കേരള NCPയിൽ പ്രതിസന്ധി. ഉടൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി AK ശശീന്ദ്രനും തോമസ് കെ തോമസിനും അജിത് പവാർ വിഭാഗത്തിന് മുന്നറിയിപ്പ്. രാജിവെച്ചില്ലെങ്കിൽ തങ്ങളുടെ NCPയിൽ ചേരണമെന്നാവശ്യപ്പെട്ട് പ്രഫുൽ പട്ടേൽ കത്തയച്ചു. ശരത് പവാറിനൊപ്പം തുടർന്നാൽ കേരളത്തിലെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യരാകുമെന്നാണ് മുന്നറിയിപ്പ്. സേഫ്, ഇതിലെന്താണ് കൂറുമാറ്റ നിരോധന നിയമം ആപ്ലിക്കബിൾ ആകുന്ന പ്രശ്നം? അതെ, അവരുദ്ദേശിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമം ഇവർക്ക് രണ്ടുപേർക്ക് മേൽ ആപ്ലിക്കബിൾ ആക്കുക എന്നുള്ളതാണ്. രണ്ട് MLA മാരാണ് NCPക്ക് കേരളത്തിൽ നിന്നുള്ളത്. എലത്തൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച വനമന്ത്രി AK ശശീന്ദ്രൻ, കുട്ടനാട് നിന്ന് ജയിച്ച തോമസ് കെ തോമസ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ NCP ശരത് പവാർ പക്ഷത്താണ് ഉള്ളത്. അജിത് പവാർ പക്ഷത്താണ് പ്രഫുൽ പട്ടേൽ ഉള്ളത്. അജിത് പവാർ പക്ഷം ഇപ്പോൾ NDAയുടെ ഭാഗമായിട്ടാണ് ഉള്ളത്. അവർ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിലടക്കം സംസ്ഥാനത്തെ തീരുമാനമെടുത്തപ്പോൾ ശരത് പവാറുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം തീരുമാനമെടുക്കുന്നത്. തോമസ് ചാക്കോയെ മാറ്റി തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു. അവിടെ ഉണ്ടാവുന്ന പ്രതിസന്ധി സംസ്ഥാനത്തെ പാർട്ടിയിൽ നിന്ന് പ്രതിസന്ധി പരിഹരിക്കുന്നു. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഉള്ള നീക്കം NDAയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ കത്ത് കൊണ്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഈ രണ്ട് MLA മാർക്ക് അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശം, പ്രഫുൽ പട്ടേൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം, നിങ്ങൾ ഒന്നുകിൽ MLA സ്ഥാനം രാജിവെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പക്ഷത്തേക്ക് ചേരണം, അതായത് NDAയുടെ പക്ഷത്തേക്ക് ചേരണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം നിങ്ങൾക്ക് ബാധകമാകും. കാരണം ഇപ്പോൾ NCPയുടെ ചിഹ്നം അടക്കം നൽകിയിരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് പ്രഫുൽ പട്ടേലിന്, അതായത് അജിത് പവാർ പക്ഷത്തിനാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം ഇവർക്ക് ബാധകമാകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ വേണ്ടി സംസ്ഥാനത്തെ ഇടപെട്ടുകൊണ്ട് പ്രഫുൽ പട്ടേലിനും അജിത് പവാറിനും കഴിയും. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഇതൊരു തുടക്കം മാത്രമായിട്ടാണ് ചില നേതാക്കന്മാർ സൂചിപ്പിക്കുന്നത്. അതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് നൽകിയിരിക്കുന്ന ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചത് കൊണ്ട് കൂറുമാറ്റ നിരോധന നിയമം അത് ബാധകമായി വരുമോ എന്നുള്ളൊരു ആശങ്ക സംസ്ഥാനത്തെ NCPയുടെ നേതാക്കന്മാർക്കുണ്ട്. അജിംസ്, സേഫ് സെല്ലാതിനാണ് വിവരങ്ങൾ നൽകുന്നത്. സേഫ്, ഇത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണല്ലോ പോകുന്നത്. കാരണം ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവർ രാജിവെക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായാൽ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം പ്രശ്നമാണ്. കാരണം ഒരു മന്ത്രിസഭ പൂർത്തിയാകുന്നവരെ ഒരു മന്ത്രി ഉണ്ടാവാതിരിക്കുക, അത് LDF സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ NCP സംസ്ഥാന ഘടകത്തിന്റെ തന്നെ നിലനിൽപ്പും പ്രശ്നമാവില്ലേ? കാരണം അവരുപയോഗിക്കുന്നത് NCPയുടെ ഔദ്യോഗിക ചിഹ്നമല്ലേ ഇപ്പോഴും? അതെ അജിംസ് ചോദിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന്, കൂറുമാറ്റ നിരോധന നിയമം ബാധകമായി കഴിഞ്ഞാൽ ഒരു കൂറുമാറി എന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും നിയമപരമായ പ്രശ്നത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മത്സരിക്കാനുള്ള യോഗ്യത പോലും നഷ്ടപ്പെടും. 6 വർഷത്തേക്ക് പിന്നീട് മത്സരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ഒന്നാമത് നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്, എന്തായാലും ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ അതൊരു തിരിച്ചടിയായിട്ട് ഇടതുമുന്നണിക്ക് കണക്കാക്കാൻ കഴിയും. NDA ആണെന്നുണ്ടെങ്കിൽ ഇതൊരു രാഷ്ട്രീയ സാഹചര്യമായി കണക്കാക്കുന്നുണ്ട്. ഇപ്പോൾ പ്രഫുൽ പട്ടേൽ ഇങ്ങനെ ഒരു കത്തയച്ചത് വെറുതെ അദ്ദേഹത്തിന് തോന്നിയിട്ടൊരു കത്തയച്ചതായിട്ട് എന്തായാലും നമുക്ക് കണക്കാക്കിയെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ NDAയുടെ ഒരു താല്പര്യം അതിനകത്ത് ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ BJPയുടെ താല്പര്യം അതിനകത്ത് ഉണ്ടായിരിക്കാം. അജിത് പവാറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നിർദ്ദേശം പ്രഫുൽ പട്ടേൽ നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു കത്ത് നൽകുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അജിംസ് പറഞ്ഞ പോലെ അതൊരു ചെറിയ പ്രതിസന്ധി അല്ല, അത് ഗുരുതരമായ പ്രതിസന്ധിയായിട്ട് തന്നെയാണ് NCPയുടെ സംസ്ഥാന നേതാക്കൾ കാണുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് അജിത് പവാറിനെയാണ്, ശരത് പവാറിനെ അല്ല. അവരുടെ ചിഹ്നം NCP എന്ന പാർട്ടിയുടെ ചിഹ്നം നൽകിയിരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് അജിത് പവാറിനാണ്. ആ ചിഹ്നത്തിൽ മത്സരിച്ചാണ് ഇവർ രണ്ടുപേരും ജയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ചയാൾ മറ്റൊരു മുന്നണിയിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലോക്കിന്റെ ചിഹ്നം, അതാണ് അവരുടെ ചിഹ്നം. അങ്ങനെ ഒരു കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഒരു കത്തൊക്കെ നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ചെറുതായിരിക്കില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതിസന്ധിയെക്കുറിച്ച് ഇതുവരെ സംസ്ഥാന നേതാക്കന്മാർ ആലോചിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കത്ത് കിട്ടിയ സമയത്ത് അവർ അതിനെക്കുറിച്ച് കുറച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളൊരു ചോദ്യം തോമസ് കെ തോമസ് NCP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. തോമസ് കെ തോമസ്, ഇതൊരു വലിയ പ്രതിസന്ധിയല്ലേ പാർട്ടിയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും?